നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല ദ്വാരപാലക പീഠ വിവാദത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നുവെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസിനോട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നതെന്നും ഹൈക്കോടതി ജഡ്ജിന്റെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം കൊണ്ടുപോകുന്ന തീരുമാനം സ്വാഗതാർഹമാണെന്നും മന്ത്രി. വൈക്കത്ത് കളിക്കുന്നതിനിടെ കാൽവഴുതി കുളത്തിൽ വീണ ഇതര സംസ്ഥാനക്കാരനായ 5 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. വൈക്കം ഉദയനാപുരം ഇരുമ്പുഴിക്കര ഭാഗത്ത് താമസിക്കുന്ന ബീഹാർ സ്വദേശികളായ അബ്ദുൾ ഗഫാർ ബീഗം ദമ്പതികളുടെ മകൻ അഹ്സൻ റാസാണ് മരിച്ചത്. കുട്ടിയെ ഉടൻ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുടിവെള്ള ടാങ്കിൽ വിഷം കലർത്തിയതായി പരാതി. തോപ്രാംകുടിക്ക് സമീപം പ്രകാശ് ടവർ ജംഗ്ഷൻ ചന്ദനക്കവല റൂട്ടിൽ കിണറ്റോലിയിൽ അനീഷിന്റെ വീട്ടിലെ കുടിവെള്ള ടാങ്കിലാണ് കീടനാശിനി കലർത്തിയത്. മുരിക്കാശ്ശേരി പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണത്തിന് വേഗത പോരെന്ന ആരോപണം ശക്തം. വാർത്തകൾ വിശദമായി. ശബരിമലയിലെ ദ്വാരപാലക പീഠ വിവാദത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നുവെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസിനോട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിന്റെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം കൊണ്ടുപോകുന്ന തീരുമാനം സ്വാഗതാർഹമാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഹൈക്കോടതിയുടെ ആ കാര്യത്തിലെ വിധി ഏറെ സ്വാഗതാർഹമാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഈ വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസിനോട് കൃത്യമായി സമഗ്രമായ അന്വേഷണം നടത്താനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു ജഡ്ജിന്റെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതേറെ സ്വാഗതാർഹമാണ്. ഇവിടെ വളരെ പ്രകടമാണ് നമുക്ക് പരാതി ഉന്നയിച്ചയാളിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പീഡനം കണ്ടെടുക്കുന്ന സാഹചര്യം വന്നപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് നല്ല ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് അന്വേഷണത്തിൽ നിന്ന് ആദ്യമായി വെളിയിൽ വന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. 1999 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സമഗ്രമായ ഒരു അന്വേഷണം അത്തരത്തിൽ നടക്കുന്നത് ഏറ്റവും സ്വാഗതാർഹമാണ്. കൂട്ടുകാരുമൊത്ത് കൽപ്പടവിലിരുന്ന് കളിക്കുന്നതിനിടെ കാൽവഴുതി കുളത്തിൽ വീണ് ഇതര സംസ്ഥാനക്കാരനായ 5 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. വൈക്കം ഉദയനാപുരം ഇരുമ്പൂഴിക്കര ഭാഗത്ത് താമസിക്കുന്ന ബീഹാർ സ്വദേശികളായ അബ്ദുൾ ഗഫാർ ബീഗം ദമ്പതികളുടെ മകൻ അഹ്സൻ റാസാണ് മരിച്ചത്. ബുധനാഴ്ച ആറാട്ടുകുളത്തിലാണ് അപകടം നടന്നത്. കുട്ടിയെ ഉടൻ തന്നെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വൈക്കം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുടിവെള്ള ടാങ്കിൽ വിഷം കലർത്തിയതായി പരാതി. തോപ്രാംകുടിക്ക് സമീപം പ്രകാശ് ടവർ ജംഗ്ഷൻ ചന്ദനക്കവല റൂട്ടിൽ കിണറ്റോലിയിൽ അനീഷിന്റെ വീട്ടിലെ കുടിവെള്ള ടാങ്കിലാണ് കീടനാശിനി കലർത്തിയത്. ഞായറാഴ്ച രാത്രിയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. മുരിക്കാശ്ശേരി പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണത്തിന് വേഗത പോരെന്ന ആരോപണവും ശക്തമാണ്. ഞായറാഴ്ച ഒരു 8:30 ആയപ്പോൾ ഞങ്ങൾ ചോറിനായിട്ടിരുന്നു. അപ്പം കുടിക്കാൻ വെള്ളമില്ലാതുണ്ട്. പെട്ടെന്ന് നമ്മൾ സ്റ്റൗവിലേക്ക് ടാപ്പിൽ നിന്ന് പിടിച്ച് വെള്ളം അടുപ്പ് വെച്ചു. ആ അടുപ്പ് വെച്ചൊരു 8:45 ഞങ്ങൾ ചോറുകൊണ്ട് കഴിഞ്ഞിട്ട് അപ്പം ഈ വെള്ളം കുടിക്കാൻ വേണ്ടി ഗ്ലാസ്സിലേക്ക് ഊറ്റി കഴിഞ്ഞപ്പം ആ വെള്ളത്തിന് കുഴപ്പമില്ല. അപ്പം ഞാൻ ഈ വെള്ളം ചൂട് കൂടുതലായതുകൊണ്ട് ഈ ടാപ്പിൽ നിന്ന് തന്നെ വെള്ളം എടുത്ത് ഗ്ലാസ്സിലേക്ക് വെച്ചപ്പം ഗ്ലാസ്സിലെ വെള്ളം പതഞ്ഞ് കയറി വരുന്നു. ഒരു നീല കളർ പോലെ ഉണ്ട്. ഞാനിതോർത്ത് ദിവസം ഗ്ലാസ്സിനകത്ത് എന്തെങ്കിലും ആയിരിക്കും ഞാൻ ഈ ഗ്ലാസ് വെള്ളം ഈ വാഷ് ബേസിനകത്തോട്ട് മറിച്ച് കളയും. വീണ്ടും ഞാൻ അടുത്ത ഗ്ലാസ് എടുത്ത് ഈ വെള്ളം പിടിച്ച് കഴിഞ്ഞപ്പോൾ അതേ കളർ തന്നെ വന്നുകൊണ്ടിരിക്കും. തോപ്രാംകുടിക്ക് സമീപം പ്രകാശ് ടവർ ജംഗ്ഷൻ ചന്ദനക്കവല റൂട്ടിൽ കിണറ്റോലിയിൽ അനീഷിന്റെ വീട്ടിലെ കുടിവെള്ള ടാങ്കിലാണ് കീടനാശിനി കലർത്തിയതായി കണ്ടെത്തിയത്. ഞായറാഴ്ച രാത്രിയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. രാത്രി 8:30 അനീഷും ഭാര്യ മോളിയും മക്കളായ അനുഗ്രഹയും ആദവും ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങുമ്പോൾ കുടിവെള്ളത്തിന് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. 8:45 ഭക്ഷണം കഴിച്ച ശേഷം തിളപ്പിച്ച കുടിവെള്ളത്തിൻ്റെ ചൂട് കുറയ്ക്കുവാനായി ടാപ്പിൽ നിന്നും വെള്ളം പിടിച്ചപ്പോഴാണ് നിറമാറ്റം ശ്രദ്ധയിൽപ്പെട്ടത്.
വീണ്ടും ഞാൻ വേറെ ഗ്ലാസ്സിലെടുത്തപ്പോഴും വീണ്ടും അതേ കളർ തന്നെ. പിന്നെ പെട്ടെന്ന് ഇതെന്നാന്ന് പറഞ്ഞാൽ ഞാൻ ടാപ്പ് നിർത്തിയിട്ട് താഴെ ചെറിയൊരു കുഴിയാണ്, അവിടെ ചെന്ന് വെള്ളം ഒരു ബക്കറ്റിൽ എടുത്തപ്പോൾ ആ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ തിരിച്ച് ടാങ്കി കയറിയപ്പോൾ ടാങ്കിലെ വെള്ളത്തിനും ലൈറ്റ് അടിച്ചപ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം പോലെ കണ്ടു. അന്നേരം ഞാൻ പിന്നെ ഒന്ന് രണ്ട് കുപ്പിയിലും കൂടെ പിടിച്ചിട്ട് ഞാൻ വാർഡ് മെമ്പറെ വിളിച്ച് പറഞ്ഞു. മെമ്പർ അന്നേരം ഹെൽത്തിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഹെൽത്തിൽ നിന്ന് അവർ പറഞ്ഞു, അന്നേരം അവർ ആ രാത്രി തന്നെ ഹെൽത്തിൽ നിന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞു, ഇതിപ്പം ടാങ്കിലായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കുഴിയിൽ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അവർ നോക്കാമായിരുന്നു, ഇപ്പം ടാങ്കിലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കും ശത്രുത ഉണ്ടെങ്കിൽ അവർ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒഴിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ എന്നോട് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ച് പറ. ഞാൻ അന്നേരം തന്നെ വിളിച്ചു. അവർ വിളിച്ചൊരു 9:30 ആയപ്പോൾ അവർ തിരിച്ച് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ വന്നേക്കാം, എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഞങ്ങൾ വരുന്ന സമയം വിളിച്ചേക്കാമെന്ന് പറഞ്ഞു. അവർ ഒരു 11:30 ആക്കണം. അന്നേരം പ്രകാശ് എന്നപ്പോൾ എന്നോട് വിളിച്ചു സ്ഥലമൊക്കെ ചോദിച്ചു. അവർ 11:30 ഒരു 12 ആയപ്പോൾ 3 പോലീസുകാരോട് വന്നു കണ്ട് എല്ലാം എഴുതിക്കൊണ്ട് പോയി. എന്നിട്ട് പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ കൊണ്ടൊരു പെറ്റീഷൻ കൊടുക്കാൻ പറഞ്ഞു. അത് ഞാൻ ഇന്നലെ തിങ്കളാഴ്ച രാവിലെ കൊണ്ട് കൊടുത്തു. ഇന്നലെ രാവിലെ അവർ 4 പേര് വന്നിട്ട് അവർ എല്ലാം കണ്ട് എഴുതിപ്പോയി. അപ്പം അവർ അന്വേഷിച്ചേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യം വെള്ളം ശേഖരിച്ച പാത്രങ്ങൾ കഴുകിയ ശേഷം ജലം സംഭരിച്ചിട്ടും നിറം മാറ്റത്തിന് വ്യത്യാസമുണ്ടായില്ല. സംശയം തോന്നിയ അനീഷ് മുറ്റത്ത് തന്നെ സ്ഥാപിച്ചിട്ടുള്ള ടാങ്കിൽ ശ്രദ്ധിച്ചപ്പോഴാണ് വെള്ളത്തിനാകെ നിറമാറ്റം കണ്ടത്. ഉടൻ തന്നെ അയൽവാസികളെയും ഗ്രാമപഞ്ചായത്ത് അംഗത്തെയും വിവരമറിയിച്ചു. പിന്നീട് ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിച്ചെങ്കിലും ടാങ്കിൽ ശേഖരിച്ച വെള്ളമായതിനാൽ തങ്ങൾക്ക് നടപടിയെടുക്കുവാൻ കഴിയില്ലെന്ന് അറിയിച്ചു. ഇതേ തുടർന്ന് മുരിക്കാശ്ശേരി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധിച്ച ശേഷം പരാതി എഴുതി വാങ്ങിയതല്ലാതെ തുടർ നടപടികൾ ഒന്നുമുണ്ടായില്ല. ടാങ്കിൽ നിന്നും വെള്ളമെടുത്ത് വീടിന് സമീപത്തെ പുല്ലുൾപ്പെടെയുള്ള കളകളുടെ മുകളിൽ ഒഴിച്ചപ്പോൾ ഇവ പൂർണ്ണമായും കരിഞ്ഞുപോയി. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അമിത വിഷമുള്ള കീടനാശിനിയാണ് കലർത്തിയതെന്ന്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള വീട്ടിൽ വൻ ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. സംഭവം സംബന്ധിച്ച് അടിയന്തരമായി അന്വേഷണം പൂർത്തിയാക്കി കുറ്റക്കാരെ കണ്ടെത്തണം എന്ന ആവശ്യമാണ് നാട്ടുകാരും കുടുംബാംഗങ്ങൾക്കുമുള്ളത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് കുടുംബം. ദൃശ്യ ന്യൂസ്, ഇടുക്കി. നൂറുകണക്കിന് കുടുംബങ്ങൾ അധിവസിക്കുന്ന കോരുത്തോട് പഞ്ചായത്തിലെ ബാങ്കുപടി 10 ഏക്കർ പട്ടാളക്കുന്ന് റോഡ് ടാറിംഗ് പൂർണ്ണമായും ഇളകി മാറി മെറ്റൽ നിരന്ന അവസ്ഥയിലാണ്. ഈ റോഡിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരമാണ്. കർഷകരും സാധാരണക്കാരുമായ കുടുംബങ്ങൾ അധിവസിക്കുന്ന മേഖലയിലേക്കുള്ള ഏക സഞ്ചാരമാർഗമാണ് ഈ റോഡ്. ഈ മേഖലയിലേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. കോരുത്തോട് പഞ്ചായത്തിലെ തന്നെ ഏറ്റവും അധികം ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഇവിടം. റോഡ് തകർന്നതോടെ സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ യാത്രയും ദുരിതത്തിലായി. കോരുത്തോട് പഞ്ചായത്തിലെ 4-5 വാർഡുകളിൽപ്പെട്ട ബാങ്കുപടി മുതൽ പട്ടാളക്കുന്ന് വരെയുള്ള 2.5 കിലോമീറ്റർ ദൂരമാണ് റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. പിന്നീടുള്ള 1 കിലോമീറ്റർ ദൂരം മൺറോഡ് മാത്രമാണുള്ളത്. ഇതുവഴി കോരുത്തോട് ടൗണിലെത്താൻ കഴിയും. റോഡ് തകർന്നതോടെ സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ യാത്രയും ദുരിതത്തിലായി. കോരുത്തോട് പഞ്ചായത്തിലെ 4-5 വാർഡുകളിൽപ്പെട്ട ബാങ്കുപടി മുതൽ പട്ടാളക്കുന്ന് വരെയുള്ള 2.5 കിലോമീറ്റർ ദൂരമാണ് റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. പിന്നീടുള്ള 1 കിലോമീറ്റർ ദൂരം മൺറോഡ് മാത്രമാണുള്ളത്. ഇതുവഴി കോരുത്തോട് ടൗണിലെത്താൻ കഴിയും. വർഷങ്ങൾക്ക് മുമ്പ് 2.5 കോടി രൂപ മുടക്കി ബാങ്കുപടി മുതൽ പട്ടാളക്കുന്ന് വരെയുള്ള റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയിരുന്നു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം റോഡ് തകർന്നു. 2 വർഷം മുമ്പ് റോഡ് നവീകരണത്തിനായി 8 ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തിയെന്ന പ്രഖ്യാപനം നടത്തിയെങ്കിലും തുടർ നടപടി ഒന്നുമുണ്ടായില്ല. ഏറ്റവും ഒടുവിൽ 1 വർഷം മുമ്പ് റോഡ് നവീകരണത്തിന് 35 ലക്ഷം രൂപ അനുവദിച്ചെന്ന പ്രഖ്യാപനമുണ്ടായി. എന്നാൽ എല്ലാം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി. യാത്ര ദുരിതത്തിലായതോടെ പ്രദേശവാസികൾ ചേർന്ന് റോഡ് ഗുണഭോക്തൃ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. OV തോമസ് ഓതറക്കുന്നേൽ പ്രസിഡന്റ്, ജിറ്റോ കാരക്കാട്ട് സെക്രട്ടറി, ഷിനോ നടയിൽ, ലിജോ പാറമാക്കൽ, ബോബി മണിച്ചിറയിൽ, ജസ്റ്റിൻ നെല്ലിമല, ഷബീൻ തെക്കേൽ എന്നിവർ ഭാരവാഹികളായും സംഘടന പ്രവർത്തനം ആരംഭിച്ചു. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതിഷേധം ശക്തമായി രേഖപ്പെടുത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 5-10 വർഷമായി റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. 2 മാസം മുന്നേ എഗ്രിമെൻറ്റ് വെച്ചാൽ മനോജ് എന്ന് പറഞ്ഞ ഒരാളാണ് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ സമയം വരെ ഈ റോഡിൻ്റെ പണി ആരംഭിച്ചിട്ടില്ല. വിദ്യാർത്ഥികളാണ് 350 വീട്ടുകാരോട് താമസമുണ്ട്. 350 വീട്ടുകാർ. അവരൊരു ഏക വഴിയാശ്രയമാണ് ഇത്. ഒറ്റ വഴിയേ ഉള്ളൂ അങ്ങോട്ട്. പട്ടാളക്കുന്നിന് പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ബാങ്ക് പിടിക്കുന്ന പട്ടാളക്കുന്ന് വരെ. 2 മാസം മുന്നേ എഗ്രിമെൻറ്റ് വെച്ചിട്ട് അത് അവർ ഇട്ട് വലിപ്പിക്കുക. 10-50 കുട്ടികൾ ഇതിലേ പോകുന്ന പഠിക്കാനായിട്ട്. അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 5-6 കൊല്ലമായി ഇങ്ങനെ ഇതുപോലെ അവസ്ഥയായി കിടക്കുന്നു. ഓട്ടോ പോലും ഇതിലെ കയറി പതിവില്ല. നമ്മൾ പിള്ളേർ ഇതിലെ പോകാൻ നല്ലതാണ്.
ഞങ്ങളുടെ കാര്യം അവതാരത്തിലാകും. എങ്ങനെയാലും ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. ദൃശ്യ ന്യൂസ് മുണ്ടകയം. ഭൂപതിവ് ചട്ട ഭരണകൂട ജനവഞ്ചനയ്ക്കെതിരെ കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ചെറുതോണിയിൽ നടന്ന മാർച്ചും ധർണയും പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. ഭൂപതിവ് ചട്ടം ഭേദഗതി ഭരണകൂട ജനവഞ്ചനയാണെന്നാരോപിച്ച് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ചെറുതോണി പമ്പ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണയിൽ ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ K ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. UDF അധികാരത്തിലെത്തിയാൽ ഭൂപതിവ് ചട്ട ഭേദഗതികളിൽ ജനപക്ഷ നിലപാട് സ്വീകരിക്കുമെന്നും ഉപാധിരഹിത പട്ടയമെന്ന ജനങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. പതിറ്റാണ്ടുകളായി മലയോര മേഖലയിലെ ജനങ്ങളുടെ പട്ടയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. പട്ടയ പ്രശ്നത്തിന് ഇപ്പോഴും ശാശ്വതമായിട്ട് പരിഹാരമായിട്ടില്ല. കേരള കോൺഗ്രസ് പ്രസ്ഥാനം 1964 മുതൽ, കൃത്യമായി പറഞ്ഞാൽ 64 ഒക്ടോബർ 9-ാം തീയതി 9-ാം തീയതിയാണ് പാർട്ടിയുടെ ജന്മദിനം വരാൻ പോകുന്നത്. ഈ മണ്ണിൽ, ഈ കേരളത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ഉദയം ചെയ്ത കാലം മുതൽ മലയോര മേഖലയിലെ കുടിയേറ്റ ജനതയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിലേറ്റവും അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ പട്ടയത്തിന്റെ പ്രശ്നം തന്നെയാണ്. അവരുടെ കൈവശ ഭൂമിക്ക് ഉപാധിരഹിതമായിട്ടുള്ള അവകാശം ലഭിക്കുക, പട്ടയം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രതിഷേധ പരിപാടികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് ഫിലിപ്പ് മലയാറ്റിൽ, ജോയ് കൊച്ചുകാരോട്ട്, അഡ്വക്കേറ്റ് തോമസ് പെരുമന, ഷീല സ്റ്റീഫൻ, വർഗീസ് വെട്ടിയാങ്കൽ, നോബിൾ ജോസഫ്, M മോനിച്ചൻ, വർഗീസ് സക്രിയ, ഷൈനി സജി, എബി തോമസ്, ജോൺസ് ജോർജ്, MJ കുര്യൻ എന്നിവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും നിരവധി കേരള കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി. ദൃശ്യ ന്യൂസ് ഇടുക്കി. കങ്ങഴ ഇടയരിക്കപ്പുഴ ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വിജയദശമിയോടനുബന്ധിച്ച് സരസ്വതി മണ്ഡപത്തിൽ നാളെ പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കുമെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ഇല്ലത്തുമഠത്തിൽ കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. കഴിഞ്ഞ ദിവസം നടന്ന പൂജവെപ്പിലും ആയുധപൂജയിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. CSI മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനം പുന്നവേലി വൈദിക ജില്ല 27ാമത് യുവജന സമ്മേളനത്തിന് കങ്ങഴ സെൻറ്റ് പീറ്റേഴ്സ് CSI ദേവാലയം വേദിയായി. CSI കൊല്ലം കൊട്ടാരക്കര ബിഷപ്പ് റൈറ്റ് റവറൻഡ് ജോസ് ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫിലോസ്കീനിയ എന്ന പേരിലായിരുന്നു CSI മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനം പുന്നവേലി വൈദിക ജില്ല 27ാമത് യുവജന സമ്മേളനം. കങ്ങഴ സെൻറ്റ് പീറ്റേഴ്സ് CSI ദേവാലയമാണ് 2 ദിവസം നീണ്ട സമ്മേളനത്തിന് വേദിയായത്. CSI സഭ കൊല്ലം കൊട്ടാരക്കര ബിഷപ്പായി ചുമതലയേറ്റ റൈറ്റ് റവറൻഡ് ജോസ് ജോർജിന് ഇടയപ്പാറ ജംഗ്ഷനിൽ നൽകിയ സ്വീകരണത്തോടും സ്വീകരണ ഘോഷയാത്രയോടെയുമാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഘോഷയാത്രയിൽ യുവജന പ്രസ്ഥാനം പ്രവർത്തകരും വൈദികരും അൽമായരും പങ്കെടുത്തു. ഈ ജംഗ്ഷനിൽ നിന്ന് യുവജന സുഹൃത്തുക്കളോട് ചേർന്ന്, ഞങ്ങളുടെ പ്രിയ മക്കളോട് ചേർന്ന്, അഭിനന്ദിക്കുന്നതിനോട് ചേർന്ന്, പട്ടക്കാരോട് ചേർന്ന് ഒരു വലിയ സാക്ഷ്യം ഉയർത്തുവാൻ രണ്ടാമത്
തുടർന്ന് ദേവാലയ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ യുവജന സമ്മേളനം ബിഷപ്പ് ജോസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. Tunisha Kochama for her gracious presence with us today. Together, your presence and blessings have made this occasion very special. ഫിലോസ്കാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിലുണ്ടാകേണ്ട ദൈവത്തിൻ്റെ പ്രതിഫലനമാണ് അതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യത്വം ഇല്ലാതെയായി പോകുന്ന അനേക ചിത്രങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാം. അതുപോലെ സാമൂഹ്യ ചിന്തകന്മാർ വിശേഷിപ്പിക്കുന്നത് പോലെ ഒരു സത്യാനന്തര കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് എന്ന് ഉറപ്പിക്കുന്നു. കാരണം 50% മാത്രം സത്യവും. പുന്നവേലി വൈദിക ജില്ലാ ചെയർമാൻ റവറൻ ദാനിയൽ എം ജേക്കബ് അധ്യക്ഷനായിരുന്നു. ഇടവക വികാരി റവറൻ ടി സന്തോഷ്, റവറൻ സാംജി കെ സാം, റവറൻ ഷിബിൻ കെ വർഗീസ്, സൈമൺ കെ വർഗീസ്, കെ വി ക്രിസ്റ്റി, സോജൻ ചാക്കോ, യുവജന പ്രസ്ഥാനം വൈദിക ജില്ലാ സെക്രട്ടറി സച്ചിൻ ക്രിസ്റ്റി, വനിതാ വിഭാഗം സെക്രട്ടറി ആനി തോമസ്, അമൽ സജി, ഓർഗനൈസിംഗ് സെക്രട്ടറിമാരായ നിതീഷ് പി ജോൺ, നിമിഷ സൂസൻ ജേക്കബ്, കോൺഫറൻസ് സെക്രട്ടറിമാരായ ലിബിൻ ജോൺസൺ, റോഷൻ സൂസൻ ജോൺ, ജോയിന്റ് കൺവീനർമാരായ ഇവാഞ്ചലിസ്റ്റ് റോണി ജോൺ ജേക്കബ്, ഇവാഞ്ചലിസ്റ്റ് ബിജു ജോർജ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ വിഷയങ്ങളിൽ കേരള പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അഫിൻ വി പി, HR ട്രെയിനർ വിശാഖ് PS എന്നിവർ ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിക്കാനെത്തുന്ന കുരുന്നുകളെ വരവേൽക്കാൻ ക്ഷേത്രങ്ങളും സാംസ്കാരിക സ്ഥാപനങ്ങളും ഒരുങ്ങി. വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. നവരാത്രി ആഘോഷത്തിന്റെ അവസാന ദിവസമായ വിജയദശമി ദിവസം നൂറുകണക്കിന് കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുവാൻ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും എത്തിച്ചേരും. പുലർച്ചെ മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. ചങ്ങനാശ്ശേരി മേഖലയിൽ വിജയദശമി ആഘോഷങ്ങൾക്കായി ക്ഷേത്രങ്ങൾ ഒരുങ്ങി. കറുകച്ചാൽ നെത്തല്ലൂർ ഭഗവതി ക്ഷേത്രം, ചമ്പക്കര ദേവീക്ഷേത്രം, നെടുകുന്നം ശ്രീ ഭദ്രകാളി ക്ഷേത്രം, കങ്ങഴ പത്തനാട് പടിഞ്ഞാറേമന ശ്രീ മഹാപരാശക്തി ഭദ്രവിളക്ക് കർമ്മസ്ഥാനം എന്നിവിടങ്ങളിൽ വിദ്യാരംഭത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് മഠാധിപതി മധുദേവാനന്ദ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. ദുർഗാഷ്ടമി നാളിൽ ആയുധപൂജ ഭക്തി നിർഭരമായി. തുടർന്ന് സംഗീതാരാധന നടന്നു. മഹാനവമി നാളായിരുന്ന ബുധനാഴ്ച കലശാഭിഷേകം, കലശപൂജ, മഞ്ഞൾ നീരാട്ട്, ശ്രീമദ് ദേവി ഭാഗവത പാരായണം, സംഗീതാരാധന, പുഷ്പാഭിഷേകം എന്നിവ നടന്നു. വ്യാഴാഴ്ച വിജയദശമി നാളിൽ രാവിലെ 7-ന് ഭദ്രവിളക്കമ്മയുടെ മാന്ത്രിക ഗ്രന്ഥം പുറത്തേക്ക് എഴുന്നള്ളിച്ച ശേഷം പൂജയെടുക്കും. തുടർന്ന് വിദ്യാരംഭം, മന്ത്രദീക്ഷാദാനം, താമ്പൂല സമർപ്പണം എന്നിവ നടക്കും. തുടർന്ന് മധുദേവാനന്ദ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാനവചണ്ഡികാ ഹോമം നടക്കും. തുടർന്ന് സാംസ്കാരിക സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി ഈരപഞ്ചശ്രീ കലാപീഠ വാർഷികം കലാരംഗത്തെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കാനുള്ള വേദിയായി. ചലച്ചിത്ര സീരിയൽ നടനും നിർമ്മാതാവുമായ പ്രേംപ്രകാശ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കലാകാരന്മാരെ ആദരിച്ചു. 1994 നീലംപേരൂർ ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിനോടനുബന്ധിച്ച് പ്രവർത്തനം ആരംഭിച്ച പഞ്ചശ്രീ കലാപീഠത്തിന്റെ 31ാമത് വാർഷികമാണ് ആഘോഷിച്ചത്. നിരവധി കലാകാരന്മാരെയും കലാസ്വാദകരെയും രൂപപ്പെടുത്തിയ പഞ്ചശ്രീ കലാപീഠം കേരള സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഈര കൂട്ടുമേൽ ദേവീക്ഷേത്രത്തിൽ പഞ്ചശ്രീ കലാപീഠത്തിന്റെ നേതൃത്വത്തിലുള്ള നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചാണ് വാർഷികം ആഘോഷിച്ചത്. ചലച്ചിത്ര സീരിയൽ നടനും നിർമ്മാതാവുമായ പ്രേംപ്രകാശ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കലാകാരന്മാരെന്ന് പറയുന്നത് അവർ മരണം വരെ കലാകാരന്മാരായിരിക്കും. അവർക്ക് റിട്ടയർമെൻ്റ് ഇല്ല. ഞാൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിൽ റിട്ടയർ ചെയ്യേണ്ട കാലം ഒത്തിരി കഴിഞ്ഞുപോയി. 58 വയസ്സിലൊക്കെ റിട്ടയർ ചെയ്ത ആളാണെന്ന് പറയാമായിരുന്നു. പക്ഷേ ഞാൻ കലയെ സ്നേഹിക്കുന്ന ആളായതുകൊണ്ടും കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളായിക്കൊണ്ടും എൻ്റെ മനസ്സ് പറയുന്നത് ഞാൻ റിട്ടയർ ആയിട്ടില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് കലാകാരനുള്ള ഏറ്റവും വലിയ ശക്തി.
പാട്ട് പാടുന്ന ഒരാൾക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം പാടാൻ താല്പര്യമുണ്ടാവും. അഭിനയിക്കുന്ന ആൾക്കാർക്ക് അത് ചെയ്യുവാൻ താല്പര്യമുണ്ടാകും. കലാകാരന്മാർ അവർക്ക് റിട്ടയർമെൻ്റ് ഇല്ല, അവർ മരണം വരെ അവരുടെ തൊഴിലിൽ വ്യാപൃതരായിരിക്കും. പഞ്ചശ്രീ കലാപീഠം ഡയറക്ടർ ഈര ജി ശശികുമാർ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ കലാരംഗത്തെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ പ്രേംപ്രകാശ് ആദരിച്ചു. ഈര ജി ശശികുമാറിൻ്റെ ഗുരുവും പ്രശസ്ത വയലിൻ വിദ്വാനുമായിരുന്ന ബി ശശികുമാറിൻ്റെ പേരിലുള്ള വാകേയ സർവജ്ഞ അവാർഡ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കൂടിയായ കുമ്മനം വി ജി ഉപേന്ദ്രനാഥിന് സമ്മാനിച്ചു. അംബുജം ദുരൈസ്വാമിയുടെ പേരിലുള്ള അംബുജശ്രീ പുരസ്കാരം അനിത മാടപ്പള്ളി ഏറ്റുവാങ്ങി. കഥകളി കലാകാരനായിരുന്ന കലാനിലയം വിജയന്റെ പേരിലുള്ള വിജയമുദ്ര പുരസ്കാരം RLV മിഥുൻ ചന്ദ്രൻ കടപ്പൂരിന് സമ്മാനിച്ചു. സനീഷ് നാരായണൻ മെമ്മോറിയൽ മൃദംഗവാദ്യ കലാനൈപുണ്യ പുരസ്കാരം തലനാട് മനു ഏറ്റുവാങ്ങി. രാഹുൽ രാജ് മെമ്മോറിയൽ തബല വാദ്യ കലാനൈപുണ്യ പുരസ്കാരം KC രമേശ് ചങ്ങനാശ്ശേരിക്ക് സമ്മാനിച്ചു. ഈര ജി ശശികുമാറിന്റെ ശിഷ്യയും ചിത്രകാരിയുമായ ദേവപ്രിയ വെമ്പള്ളിയെ ചടങ്ങിൽ ആദരിച്ചു. ഈരയിൽ കൂട്ടുമൽ ദേവീക്ഷേത്രം വൈസ് പ്രസിഡന്റ് PT വാസുദേവക്കുറുപ്പ്, സക്ഷമ ജനറൽ സെക്രട്ടറി M ശ്രീജിത്ത്, പഞ്ചശ്രീ കലാപീഠം ഉപദേശക സമിതി അംഗം കൃഷ്ണകുമാർ K, ഈര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പ്രസിഡന്റ് PR മോഹനൻ, K ശ്രീകുമാർ, G സതീഷ് കുമാർ, ഡോക്ടർ അജീഷ് കുമാർ കൈനടി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.